ബഹിരാകാശത്ത് നിന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളൊന്നും നിങ്ങൾ കാണുന്നില്ല. അത് മനുഷ്യനിർമ്മിതമാണ്. നിങ്ങൾ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ മാത്രമേ അത് അനുഭവിക്കൂ. ബഹിരാകാശ ലോകത്തെ സ്വപ്നസഞ്ചാരി സുനിത വില്യംസിന്റെ വാക്കുകളാണിത്. 2024 ജൂൺ 5, അതായത് കഴിഞ്ഞ 287 ദിവസങ്ങൾക്ക് മുമ്പ് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമറും ബോയിങ് സ്റ്റാർലൈനറിന്റെ 5 മീറ്റർ ഉയരവും 4.6 മീറ്റർ വ്യാസവും 13,000 കിലോഗ്രാം ഭാരവുമുള്ള സ്റ്റാർലൈനർ പേടകത്തിൽ അങ്ങ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. അമേരിക്കൻ സ്വകാര്യ കമ്പനിയുമായുള്ള നാസയുടെ സഹകരണത്തിന്റെ ഭാഗമായുള്ള കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഈ ദൗത്യം. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായിരുന്നു ഇരുവരും പറന്നുയർന്നത്. എന്നാൽ ഇരുവരെയും കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. വെറും ഒരാഴ്ചത്തെ ബഹിരാകാശവാസത്തിനു ശേഷം ജൂൺ 14 തിരിച്ചെത്തുമെന്നായിരുന്നു നാസ ആദ്യം അറിയിച്ചത്. എന്നാൽ പിന്നീടത് ജൂൺ 22 തുടർന്ന് 26 മാറ്റി. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന തീയതികളിലൊന്നും മടക്കയാത്ര സാധ്യമായിരുന്നില്ല. ബഹിരാകാശ നിലയത്തിനരികിലെത്തിയപ്പോൾ പേടകമായ ബോയിങ് സ്റ്റാർലൈനറിൽ ഹീലിയം വാതക ചോർച്ചയുണ്ടായതായി കണ്ടെത്തി. ഇതോടെ പേടകത്തിന്റെ ചില യന്ത്രഭാഗങ്ങളുടെ പ്രവർത്തനം ഭാഗികമായി നിലച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായാണ് ഇരുവരുടെയും ഭൂമിയിലേക്കുള്ള മടക്കം വൈകിയത്. വാണിജ്യാടിസ്ഥാനത്തിൽ സഞ്ചാരികളെ എത്തിച്ച് ബഹിരാകാശ നിലയത്തിൽ പാർപ്പിച്ച് തിരികെ കൊണ്ടുവരുന്ന നാസയുടെ ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇരുവരും ബഹിരാകാശ യാത്ര പുറപ്പെട്ടത്. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നു മടങ്ങിയ ബോയിങ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അടുത്തിടെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിട്ട ദൗത്യമായിരുന്നു അവസാന നിമിഷം വിജയം കൈവരിച്ചത്. പിന്നീടുള്ള ഇരുവരുടെയും ബഹിരാകാശ ജീവിതം പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി മാറ്റിവെച്ചു. ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് സഹായകമാകുന്ന ബഹിരാകാശ മെഡിസിൻ, റോബോട്ടിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ ഗവേഷണങ്ങളിലും ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും ഇവർ പങ്കെടുത്തു. അതുപോലെ തന്നെ ദീർഘകാല താമസത്തിനിടയിൽ നിലയത്തെ തകരാറുകളില്ലാതെ നിലനിർത്തുന്നതിലും അതിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതിൻ്റെ കാര്യത്തിലും സുനിത വില്യംസും വിൽമറും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭീതി നിലനിൽക്കുന്നതിനിടയിലും വിശ്രമിക്കാതെ ബഹിരാകാശ നിലയത്തിൽ ലെറ്റ്യൂസ് എന്ന പച്ചക്കറി വളർത്തിയും പരീക്ഷണങ്ങളുടെ ഭാഗമായി. ഭൂമിയിൽ നിന്ന് മാത്രമല്ല, അങ്ങ് ബഹിരാകാശത്തു നിന്നും ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് കാണിച്ചു തന്നുകൊണ്ട് ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ലോകജനതയ്ക്ക് മുമ്പിൽ സുനിത വില്യംസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്രായം 59 ആയെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ബഹിരാകാശ നടത്തം നടന്ന വ്യക്തി എന്ന റെക്കോർഡ് സുനിത സ്വന്തമാക്കി. 62 മണിക്കൂറും 9 മിനിറ്റുകളും കൊണ്ടാണ് ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയത്. 400 കിലോമീറ്ററുകൾക്കപ്പുറം അങ്ങ് ബഹിരാകാശ നിലയത്തിൻ്റെ ഉള്ളിൽ ജീവൻ തേടി ISSന്റെ പുറംഭാഗം വിൽമോർ പരിശോധിച്ചപ്പോൾ സുനിത മറ്റ് സൂക്ഷ്മാണുക്കളിൽ പഠനം നടത്തി. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ കമാൻഡർ പദവി വഹിച്ചുകൊണ്ട് തന്നെ നിലയത്തിൻ്റെ ഓൾ ഇൻ ഓളായി ഉരുക്കുവനിതയായി സുനിത വില്യംസ് പ്രവർത്തിച്ചു. കാലങ്ങൾ പിന്നെയും കടന്നുപോയി. 284 ദിവസങ്ങൾക്കു ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമറിനെയും തേടി നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഫാൽക്കൺ 9 റോക്കറ്റിലേറി ക്രൂട്ടൺ സംഘം അങ്ങ് ആകാശത്തേക്ക് പറന്നുയർന്നു. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇരുവർക്കും തിരിച്ച് ഭൂമിയിലേക്ക് എത്തുവാനുള്ള തിരി തെളിയിച്ചുകൊണ്ട് ക്രൂട്ടൺ സംഘം ISSലെത്തി. പിന്നീടങ്ങോട്ട് ചരിത്ര നിമിഷമായിരുന്നു. 286 ദിവസവും 4577 തവണ ഭൂമിയെ ചുറ്റിയും ഒടുവിൽ നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ബുച്ച് വിൽമറും വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് യാത്ര തിരിക്കുന്നു. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാവിലെ
10:35 സുനിതയുമായുള്ള പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. നീണ്ട 17 മണിക്കൂർ നെഞ്ചിടിപ്പോടെ ലോകം കാത്തിരുന്നു. കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 ക്രൂ 9 സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിനു സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിലേക്ക് താഴ്ന്നിറങ്ങി. നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന നിമിഷം. വിണ്ണിൽ നിന്നും പാറിയിറങ്ങിയ ക്രൂ 9 സംഘത്തെ വരവേൽക്കാനായി നേവി സീലിന്റെ ബോട്ട് പേടകത്തിനടുത്തേക്ക് കുതിച്ചു. 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനകൾക്കൊടുവിൽ പേടകത്തെ MV മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. 4:10 പേടകത്തിന്റെ വാതിൽ തുറന്നു. കൈവീശി ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സുനിത വില്യംസും സംഘവും പുറത്തിറങ്ങിയത്. ക്രൂ 9 സംഘത്തിലെ കമാൻഡർ നാസ ആസ്ട്രോണറ്റ് നിക് ഹേഗാണ് ആദ്യം പേടകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പിന്നീട് റോസ്കോസ്മോസ് കോസ്മോണറ്റ് അലക്സാണ്ടർ ഗോർബിനോവും. ശേഷം ഉരുക്കുവനിത എന്ന വിശേഷണത്തിന് അർഹയായ ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്. ഒരു യാത്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം ISSൽ ചെലവഴിച്ച 3ാമത്തെ വനിത. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം നടത്തിയ വനിത എന്നിങ്ങനെ നിരവധി നേട്ടങ്ങൾക്കുടമ. ഏതു സാഹചര്യങ്ങളെയും തരണം ചെയ്യുമെന്ന് തെളിയിച്ച ധീര വനിത. ഏറ്റവും ഒടുവിലായി സാഹസികനായ ബഹിരാകാശ യാത്രികനായ ബുച്ച് വിൽമോർ. അടിയുറച്ച വിശ്വാസവും എന്തിനേയും നേരിടുവാനുള്ള മനോഭാവവും ഒരാളെ ജീവിത വിജയത്തിലെത്തിക്കുമെന്നതിൻ്റെ പ്രതീകം. ലോകജനത ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു ക്രൂ 9 അംഗങ്ങളുടെ തിരിച്ചുവരവ്.